ഞായറാഴ്ച കൂടെ ദൈവസന്നിധിയിൽ നാം ആയിരിക്കുന്നല്ലോ. വളരെ സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുക. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളുടെ ചിരിച്ച മുഖങ്ങളൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കാനുള്ളൊരു സന്തോഷമുള്ളത്. ഹല്ലേലൂയ. ഇന്ന് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു വന്നത് ദൈവിക പരിജ്ഞാനത്തിൽ വളരുക എന്നുള്ള ഒരു വിഷയം ആസ്പദമാക്കിയാണ്. നാം വായിച്ച വാക്യം 2 പത്രോസ് അതിൻ്റെ 3-ാം അധ്യായം 17-18 വാക്യങ്ങളാണ്. 2 Peter chapter 3 verse 17 and 18. ഇങ്ങനെ എഴുതിയിരിക്കുന്നു: You already know these things, dear friends, so be on guard, and you will not carried away by the errors of this wicked people and lose your own secure footing. Rather, you must grow in grace and the knowledge of our Lord and the Savior Jesus Christ. Praise God. അവിടെ ഒരു ചലഞ്ചായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പറയുന്നത് നമ്മൾ ഗ്രോ ചെയ്യണം. ഏതെങ്ങനെയാണ് ഗ്രോ ചെയ്യേണ്ടത്? ദൈവിക പരിജ്ഞാനത്തിൽ നാം ഓരോ ദിവസവും വളരുന്നവരായിട്ട് മാറണം. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവിൻ. ഹല്ലേലൂയ. ബിബ്ലിക്കൽ ടേമിൽ അധർമ്മികൾ എന്ന് പറയുന്നത്, വിക്കഡ് പീപ്പിൾ എന്ന് പറയുന്നത്, നമ്മൾ വിചാരിക്കുന്നത് പോലെ ഉള്ള വിക്കഡായിട്ടുള്ള ആൾക്കാരെ അല്ല, വേർഡ്ലി പീപ്പിളിനെയാണ്. ദൈവത്തെ അറിയുന്നതിന് മുമ്പ് നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുന്നവരായിരുന്നു. അപ്പോൾ അവരുടെ ആലോചനയിൽപ്പെട്ട് നമ്മുടെ ഫൂട്ടിങ്, നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടാതെ എന്തു ചെയ്യണം? ദൈവിക പരിജ്ഞാനത്തിൽ വളരണം. പരിജ്ഞാനത്തിൽ വളരുന്നതിനെക്കുറിച്ച് ഇന്ന് ഇംഗ്ലീഷ് മീറ്റിങ്ങിലും പറഞ്ഞു. നമ്മൾ എന്തൊക്കെ ബെയർ ചെയ്യുന്നവരായി മാറണം. നമ്മൾ മറ്റുള്ളവരുടെ ബേർഡൻസ് ബെയർ ചെയ്യുന്നവരായി മാറണം. നമ്മൾ ആ ദൈവത്തിൻ്റെ നാമത്തെ ബെയർ ചെയ്യുന്നവരായിട്ട് മാറണം. നമ്മൾ ദൈവത്തിൻ്റെ ആ സുവിശേഷത്തെ ബെയർ ചെയ്യുന്നവരായിട്ട് മാറണം. അതിൽ അവസാനമായിട്ട് നമ്മൾ ഫലം ബെയർ ചെയ്യുന്നവരായി മാറണം, ഫലം കൊടുക്കുന്നവരായിട്ട് മാറണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു നിങ്ങൾ പരിജ്ഞാനത്തിൽ വളരണം. അതിൽ പറയുന്നത് ഡു നോട്ട് ലൂസ് യുവർ ഓൺ സെക്യൂർ ഫൂട്ടിങ്. കാര്യം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേൾഡ് നമുക്ക് തരുന്ന കുറച്ച് കൗൺസിലിങ്ങും ആലോചനകളുമൊക്കെ അത് വേൾഡിൻ്റെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഈവൻ നമ്മുടെ കരിയറാണെങ്കിലും നമ്മുടെ ഏത് കാര്യങ്ങളായാലും വേൾഡ് നമ്മളെ അഡ്വൈസ് ചെയ്യുമ്പോൾ we need to compare that with the word of God and to understand whether that is the real plan of God or not. Praise God. അപ്പോൾ നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. ഇന്ന് മലയാളം വർഷിപ്പ് ലീഡ് ചെയ്ത സമയത്ത് we need to understand the will of God, we need to understand his heart. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതൊരു ഗ്രോത്താണ്. ഓരോ ദിവസവും നമ്മൾ വളർന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം വളർന്നുകൊണ്ടിരിക്കും. ഇത് മലക്കയുടെ പുതിയ ഒരു വർഷം കൂടെ കഴിഞ്ഞ ആഴ്ച ജീവിതത്തിൽ ആഡായി. അപ്പോൾ എന്താ? അതൊരു ഗ്രോത്താണ്, ഫിസിക്കലായിട്ടുള്ള ഗ്രോത്താണ്. അതുപോലെ തന്നെ നമുക്ക് സ്പിരിച്വലായിട്ടും ദൈവത്തിനെക്കുറിച്ചുള്ള ബോധ്യത്തിൽ, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൽ വളരണം. അത് നമുക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ദൈവിക റെവലേഷനിലാണ് ദൈവം നമ്മളെ വളർത്തുന്നത്. നമുക്ക് ദൈവവചനം പഠിക്കുമ്പോൾ അതിൻ്റെ റെവലേഷൻസ് ദൈവം തരും. അപ്പോൾ ഈ റെവലേഷൻസൊക്കെ നമുക്ക് വേണ്ടിയിട്ടല്ല, ദൈവവുമായിട്ടുള്ള സ്നേഹത്തിൽ നമ്മളെ അടുപ്പിക്കുന്നതാണ്, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന് നമ്മളെ അടുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് ഓടിപ്പോകട്ടെ. അതിൻ്റെ പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞ ഒരു കാര്യമാണ്. പ്രൈസ് ഗോഡ്. തുടർന്ന് വായിച്ചോ. എൻ്റെ 8.
പ്രൈസ് ലോർഡ്. ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം പറഞ്ഞത്, ഐ വിൽ ബ്രിങ് യു ഔട്ട്. I will bring you out from something. Then the next verse, the verse 88, I will bring you to. Hallelujah. ഞാൻ നിങ്ങളെ ചിലയിടത്തുനിന്ന് വിടുവിച്ച് ചിലയിടത്തോട്ടാക്കും. ഞാൻ നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് നിങ്ങളെ കനാൻ ദേശത്തേക്കാക്കും. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അടിമ വേലയൊക്കെ വർദ്ധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, വി നീഡ് എ ഡെലിവറൻസ്. ഹല്ലേലൂയ. ഇതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം, ഇതൊരു വലിയൊരു മർമ്മമാണ്. അപ്പോൾ ആൾക്കാർക്ക് എന്ത് മനസ്സിലാക്കും? ദ ഫസ്റ്റ് പാർട്ട് ആൾക്കാർക്ക് മനസ്സിലായി. ഇസ്രായേൽ ജനത്തിൻ്റെ ഫസ്റ്റ് പാർട്ട് മനസ്സിലായി, വി നീഡ് എ ഡെലിവറൻസ്. ഹല്ലേലൂയ. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ അതുപോലെ ചെയ്തു. മോശ പറഞ്ഞതുപോലെ അവർ ഈ കട്ടളമേലും കുറുമ്പടിമേലും ആടിൻ്റെ രക്തമൊക്കെ തളിച്ച് സംഹാരകൻ കടന്നു പോയപ്പോൾ ഇവരെ ഈ സംഹാരകൻ തൊടാതെ മിസ്രൈമിനെ മുഴുവനും സംഹാരകൻ കൊന്നുകളഞ്ഞു. അങ്ങനെ ഇവർക്ക് ഒരു ഡെലിവറൻസ് സംഭവിച്ചു. There was no problem for them to obey the commandment of Moses for the deliverance. പക്ഷെ സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അത് അന്നേരമാണ് കോംപ്ലിക്കേറ്റഡ് ആയി മാറിയത്. ഏതാ? ഞാൻ നിങ്ങൾക്ക് കനാൻ ദേശം തരും. അവർക്ക് കനാൻ ദേശത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അവർക്ക് ഡെലിവറൻസ് വേണമായിരുന്നു, കനാൻ ദേശത്തിനോട് വലിയ താല്പര്യമില്ല. ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ കനാൻ ദേശത്തിനെക്കുറിച്ചുള്ള ഒരു അംബീഷൻസ് അവർക്കങ്ങ് പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ദൈവദാസനോട് സംസാരിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ ചിന്തിക്കാനായിട്ടിടയായി. മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര ആരാധനയാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് തണുത്തു പോകുന്നു. അപ്പം ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, മിഡിൽ ഈസ്റ്റിൽ ആരാധന എന്ന് പറഞ്ഞാൽ വിസയുടെ ആരാധനയാണ്. സൗദിയെ പേടി അല്ലെങ്കിൽ കഫീലിനെ പേടി, വിസ പോയാൽ എന്തായിത്തീരും, അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊരു ഡെലിവറൻസിൻ്റെ ആരാധനയാണ്. ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ല, ചർച്ച വരുന്നതിന് ബുദ്ധിമുട്ടില്ല, അതിന് ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല, എല്ലാം ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറൻസ് വേണം, വിടുതൽ വേണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇത് ഡെലിവറൻസ് കിട്ടിക്കഴിയുമ്പോൾ എന്താ പറ്റുമെന്നറിയാമോ? ഒരു തണുപ്പാണ്. ഞാൻ പറയുന്നതിൻ്റെ ഒരു സ്പിരിച്വൽ കാര്യം മനസ്സിലായല്ലോ. ഇസ്രായേൽ മക്കൾക്ക് ഇത് തന്നെ പറ്റി. അവരോട് പറഞ്ഞു, നിങ്ങളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് കനാൻ ദേശത്ത് കൊണ്ടുപോകും. മിസ്രൈമിൽ നിന്നുള്ള വിടുതൽ വരെ അവർക്ക് ഓക്കെ ആയിരുന്നു. മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വെളിയിൽ കൊണ്ടുവന്ന നാൾ തൊട്ട് അവർ പിറുവിറുക്കാൻ തുടങ്ങി. ചെങ്കടൽ വന്നപ്പം പിറുവിറുത്തു, ചെങ്കടൽ കഴിഞ്ഞിട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ പിറുവിറുത്തു. പിന്നെല്ലാം ഇവർക്ക് പ്രശ്നങ്ങളാണ്. ഹല്ലേലൂയ. ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ചിന്തിക്കുവാനായിട്ടിടയായി. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ ദൈവസന്നിധിയോട് അടുത്ത് വരും. വിഷയങ്ങളെല്ലാം സോൾവ് ആയി കഴിയുമ്പോഴെന്തോ ചെയ്യും? നമുക്ക് അത്രയ്ക്കൊരു ഉന്മേഷവും ഇല്ല. പ്രാർത്ഥിക്കാനൊരു ഉത്സാഹക്കുറവ്, ഉപവസിക്കാനൊരു ഉത്സാഹക്കുറവ്, മീറ്റിങ്ങിന് വരാനൊരു ഉത്സാഹക്കുറവ്. പിന്നെ ഇന്ന് ആരാധനയുടെ പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വിചാരിക്കത്തില്ലയോ എന്ന് വിചാരിച്ച് അങ്ങ് പോയി കളയാം. ഹല്ലേലൂയ. അപ്പോൾ അതാണ് മിസ്രൈമിൽ പറ്റിയൊരു പ്രശ്നം. The first part was okay, but when it comes to Canaan, the problem started. Praise God. അതിനകത്ത് പറയുന്നു, ഐ വിൽ ബ്രിങ് യു ടു. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ദ ഫസ്റ്റ് ഡെലിവറൻസ്. നമ്മൾ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ഫസ്റ്റ് സിന്നിൽ നിന്നുള്ള ഒരു ഡെലിവറൻസ് കിട്ടി, പാപത്തിൽ നിന്നൊരു ഡെലിവറൻസ് കിട്ടി, ശാപത്തിൽ നിന്നൊരു ഡെലിവറൻസ് കിട്ടി. നാം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. അതോടുകൂടെ നമ്മുടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ഈജിപ്തിലെ പരിപാടി നടന്നു. ഇനി രണ്ടാമത്തെ ക്രിയ നമ്മളിൽ നടക്കേണ്ട ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ പോകണമെന്നുള്ളതാണ്. സഭ പ്രിപ്പയർ ആകണം. ഇത് വളരെ പെട്ടെന്ന് നടന്നു. ഒരു ദിവസം കൊണ്ട് ആടിനെ അറുത്തു, രക്തം പുരട്ടി, പരിപാടി കഴിഞ്ഞു.
ചർച്ചിൽ എണ്ണീറ്റ് പറഞ്ഞു, സാക്ഷ്യം പറഞ്ഞു, പാപങ്ങളെ ഏറ്റു പറഞ്ഞു, കഴുകൽ പ്രാപിച്ചു, ദൈവസഭയിൽ സ്നാനവും നടന്നു, പ്രോസസ്സ് കഴിഞ്ഞു. പക്ഷെ അവിടം കൊണ്ട് തീരുന്നില്ല. മറ്റേ പരിപാടിയാണ് ലോങ്ങായിട്ട് കിടക്കുന്ന പ്രോഗ്രാം. ഇവിടെ ഈ 25 ലക്ഷം ആൾക്കാർ ഈ ഇതിനകത്തൂടെ ഈ മിസ്രൈം വിട്ടിട്ട് കനാനിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടെങ്കിലും 2 പേരെ ചെന്നുള്ളൂ. അപ്പം ഏതാ സീരിയസ്? ഏതാ സീരിയസ് ആയിട്ടുള്ള കാര്യം? പ്രൈസ് ദി ലോർഡ്. കനാൻ്റെ അകത്ത് കയറുന്ന സീരിയസ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇതുവരെ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഇതുവരെ ആർക്കും കേട്ടില്ല. നമ്മൾ അവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക, അത് തന്നെ ഇങ്ങനെ 2 കാലം വെച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രസംഗിച്ചിപ്പം കാണാപ്പാടമായി. പക്ഷേ ഇത് കഴിഞ്ഞിട്ടാണ് റിയൽ ചലഞ്ച് കിടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇസ്രായേൽ മക്കൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ഒരു പാത്തുണ്ടായത്. അതിനോടുള്ള ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ നിത്യജീവനുള്ള, നിത്യതയിൽ പ്രവേശിക്കണമെന്നുള്ള ഒരു ബോധ്യം ഇന്ന് ജനത്തിന് ഇല്ലാതായി മാറി. ഹല്ലേലൂയ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. യേശുവിനെ കുറിച്ച് പറയുന്നു, യു ഹാവ് ലവ്ഡ് ദ റൈച്ചസ്നെസ് ആൻഡ് ഹേറ്റഡ് ദ ലോലെസ്നെസ്. അവൻ നീതിയെ ഇഷ്ടപ്പെടുകയും പാപത്തെ വെറുക്കുകയും ചെയ്തു. അപ്പോൾ പലപ്പോഴും ഇത് 2 നമ്മുടെ ജീവിതത്തിൽ നടക്കണം. ഒന്ന്, നീതിയെ ഇഷ്ടപ്പെടണം. നിത്യജീവനെക്കുറിച്ചുള്ള ഒരു വാഞ്ച നമ്മുടെ അകത്ത് ഓരോ ദിവസവും ഉണ്ടാകണം. ഹല്ലേലൂയ. ഇറ്റേണൽ ലൈഫിനെ കുറിച്ചുള്ള ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം. പലപ്പോഴും ചർച്ച് ഒരു ഫെയിലാകുന്ന ഒരു കാര്യം അതാണ്. ചർച്ചിന് ആ ഒരു ആഗ്രഹം നേരെ അങ്ങോട്ട് ഉണ്ടാകുന്നില്ല. ഇന്ന് കാര്യങ്ങളൊക്കെ നടക്കണമെന്നുള്ള മാത്രമേ ഉള്ളൂ. എന്നാൽ കർത്താവിൻ്റെ വരവും ആ നിത്യതയെക്കുറിച്ചും ആ നീതീകരണത്തെക്കുറിച്ചുമുള്ളൊരു ബോധ്യം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ആഗ്രഹം പലപ്പോഴും കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ബിയറ്റിറ്റ്യൂഡ്, ദ സെർമൺ ഓഫ് ദ മൗണ്ട്, അവിടെ പറയുന്നത്, ദിസ് നീഡ് ടു ബി അവർ ആറ്റിറ്റ്യൂഡ്, ബി ദിസ് യുവേഴ്സ് ആറ്റിറ്റ്യൂഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ 6-ാം വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത്, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹങ്കർ ഫോർ റൈച്ചസ്നെസ്. നമുക്ക് എത്ര പേർക്കുണ്ട് ഈ ഹങ്കർ ഫോർ റൈച്ചസ്നെസ്? ഓരോ ദിവസവും നിത്യതയെക്കുറിച്ചുള്ള ഒരു വലിയ ആഗ്രഹം നമ്മുടെ അകത്തിങ്ങനെ തിളച്ചു മറിയുന്നുണ്ടോ? ലെറ്റ് മീ ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ അകത്ത് ഈ ഒരു നിത്യത, കർത്താവിൻ്റെ വരവും അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേരുന്ന ആ ഒരു ദിവസത്തെക്കുറിച്ചുള്ളൊരു ചിന്ത, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം സാറയോട് ചോദിച്ചു, ഈ ബാപ്റ്റിസത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പലപ്പോഴും അവളോട് സംസാരിക്കാൻ, ഇപ്പം ബാപ്റ്റിസം തീരുമാനം എടുത്തതിന് ശേഷം അത് അവൾക്ക് റിയലായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അവളോട് സംസാരിച്ചു. എന്തിനാ രക്ഷിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എന്തിനാ സ്നാനപ്പെടുന്നത്? എന്തിനാ സ്നാനപ്പെടുന്നത്? അത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇതൊക്കെ ആണെങ്കിലും എന്തിനാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദാഹമാണ്. എന്ന് പറഞ്ഞാൽ അശുദ്ധിയെ വിട്ടിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള അമിതമായ ഒരാഗ്രഹത്തിലാണ് നാം ഇതെല്ലാം ചെയ്യേണ്ടത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസൻ കാനാച്ചൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, വിശുദ്ധിക്കല്ലെങ്കിൽ അശുദ്ധിയെ വിട്ടത് എന്തിന്? വിശുദ്ധിക്കല്ലെങ്കിൽ അശുദ്ധിയെ വിട്ടത് എന്തിന്? വിശുദ്ധ ജീവിതം നയിക്കുവാനല്ലെങ്കിൽ, ഈ നിത്യതയ്ക്ക് വേണ്ടിയിട്ടല്ലെങ്കിൽ നീ എന്തിനാ സ്നാനപ്പെട്ടത്? ഹല്ലേലൂയ.
ഈജിപ്ഷ്യരോട് ചോദിച്ചാൽ, ഇസ്രായേൽ മക്കളോട് ചോദിച്ചാൽ, ഞങ്ങൾ എന്തിനാ മിസ്രൈമിൽ നിന്ന് ഇറങ്ങിയെന്ന് ചോദിച്ചാൽ യവന്മാർ കട്ടയുടെ ടാക്സ് കൂട്ടിയെന്ന് പറയും. അതുകൊണ്ട് ഇറങ്ങിയതാ. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു പാസ്റ്ററെ, ഇങ്ങനെ ശമ്പളമൊക്കെ 2-3 മാസമൊക്കെ പെൻഡിങ് ആണെങ്കിലും തരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ടാക്സ് വന്നപ്പോൾ പിന്നെ അവിടെ നിൽക്കാൻ പറ്റാതെ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടിയോടടിയായതുകൊണ്ട് ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്, അല്ലാതെ ഒരു രക്ഷയില്ലാതെ നിവൃത്തിയില്ലാതെ ഞാൻ രക്ഷിക്കപ്പെട്ടത്. അങ്ങനെ സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണോ നീ രക്ഷിക്കപ്പെട്ടത്? നീ രക്ഷിക്കപ്പെട്ടത് കർത്താവിൻ്റെ സന്നിധിയിൽ ആ നാളിന് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ നാളിൽ, ആ നിത്യതയിൽ അവനോടുകൂടെ ചേരുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. വേറെ ഒരു ഉദ്ദേശവും അതിനകത്തില്ല. ശരിയാ, നിൻ്റെ ജീവിതം മാറും, നിനക്ക് നന്മകളൊക്കെ ദൈവം തരും, ഡെലിവറൻസ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. അതൊക്കെ ഒരു സൈഡിൽ നടക്കുമ്പോഴും അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മൾ രക്ഷിക്കപ്പെട്ടത് കർത്താവിനോടുകൂടെ ചേരുവാൻ വേണ്ടിയിട്ടാണ്. മിസ്രൈമിൽ നിറങ്ങിയത് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, ദൈവത്തോട് ചേരാൻ വേണ്ടിയിട്ടാണ്, ആ കനാനിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ആ ഒരു ബോധ്യം പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ആ ബോധ്യം മറക്കുമ്പോഴാണ് ഈ നീതിയെക്കുറിച്ചുള്ള ദാഹം അങ്ങ് മാറുന്നത്. നീതിയെക്കുറിച്ചുള്ള ദാഹം നിൻ്റെ അകത്ത്, ഹല്ലേലൂയ, ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ദാഹം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ദാഹം എന്ന് പറഞ്ഞാൽ കുടിച്ചെങ്കിലേ അടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. ഇപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായാലും കുടിക്കണം. ഷുഗറൊക്കെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, അവർക്ക് ആ നാക്ക് ട്രൈ ആകുമ്പോഴെങ്ങനെങ്കിലും വെള്ളം കുടിക്കണം. കാര്യം അതുപോലൊരു നീഡിയായിട്ട് മാറുക. എത്ര പേർക്ക് ആത്മീയമായിട്ട് വളരുന്ന ഒരു നീഡായി മാറുന്നു. റൈച്ചസ്നെസ്സിനെ കുറിച്ചൊരു നീഡ് നമ്മുടെ അകത്ത് വരുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 8-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളെ കണ്ടതാണ്, ദൈവം നമ്മളെ മുൻ നിയമിച്ചതാണ്. ഇനി അതിൻ്റെ 19-20 വാക്യങ്ങളുണ്ട്, വായിച്ചു. അതിൻ്റെ 22, 19, 20, 22. Praise God, hallelujah. യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യം വായിച്ചു. അത് യേശു അവിടെ നിന്ന് വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്. അവിടെ ജനം വല്ലാതെ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനത്തിന് ഓരോ പ്രാവശ്യവും ആ കൂടാര പെരുന്നാളിൽ കടന്നു വന്ന് തങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് പാപപരിഹാരം നടത്തി മടങ്ങിപ്പോകുന്ന ജനം, അവർ കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ ദാസൻ അതിനെക്കുറിച്ച് സംസാരിക്കുവാനായിട്ടിടയായി. അവരുടെ അകത്ത് വലിയൊരു ഭാരം. ഈ പാപം ഞാൻ എല്ലാ ആഴ്ചകളിലും എല്ലാ വർഷവും ഞാനിത് വന്ന് ചെയ്ത് ഈ പാപത്തിന് പരിഹാരം ചെയ്ത് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ലയോ എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരോടാണ് യേശു അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. The last day, the climax of the festival, Jesus stood and shouted to the crowd, anyone who is thirsty may come to me. Hallelujah. Anyone who believes in me may come and drink. Praise the Lord. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. ജീവജലനദി, വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലനദികൾ ഒഴുകുവാനായിട്ടിടയാകും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുന്നത് ആ ഒരു തേസ്റ്റോടുകൂടെയാണോ? പ്രൈസ് ഗോഡ്. അവിടെ യേശു ഈ ഓഫർ കൊടുക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. whoever think that I am satisfied, it is not for them.
Someone think that I need more. I'm going to give that water to you. Praise God. Hallelujah. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ we need more anointing. We need more Holy Spirit. We need more His presence. We need more prayer. We need more meditation. Hallelujah. നമുക്ക് ഇത് തന്നെ കൂടുതലാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ this is not for you. ഇത് തന്നെ കൂടുതലാണെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ this is not for you. This is someone who thinks I need a change. I need to change my way of life. I need to change my family. I need to change my behavior. I need to change the way of I react. Then this is for you. I need to be more powerful. I need to be more influential. I need to be more spirit-filled person so that when I'm talking to someone, he will be transformed. Hallelujah. Praise the Lord. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതോറിറ്റിയാണ്, അതൊരു അനോയിൻറ്റിങ്ങാണ്. എനിക്ക് സൗദിയിലൊരു സിസ്റ്ററിനെ പരിചയമുണ്ട്. പുള്ളിക്കാരത്തി തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു സിസ്റ്ററാണ്. അവിടെ ഒരു ഈജിപ്ഷ്യൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ആ സിസ്റ്ററിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ സിസ്റ്ററിൻ്റെ കൂടെ ആര് സംസാരിച്ചാലും അവർ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിരിക്കും. ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ്. When she talk, people listen. Praise God. You need that anointing? Praise God. We need to ask. When we talk to people, they should listen. They should, that word will go inside their heart. So that will make a transformation in their life. Hallelujah. We need that level of anointing. We need that Holy Spirit. It's not by our brain or not by our intellectual or not by our ability. It's more than the Holy Spirit is going to work in you and through you. Praise God. Hallelujah. These days we need to see that revival. We need to see that transformation. ഇവിടെ പക്ഷേ പറ്റുന്ന ഒരു പ്രശ്നം, what is the problem? Numbers chapter 32 verse 1. Hallelujah. Yeah. Praise the Lord. അപ്പോൾ ഈ മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച എന്തിനു വേണ്ടിയിട്ടാണ്? ഖനാൻ ദേശത്തെ കൊണ്ടുചെല്ലാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ ഈ 40 വർഷത്തെ ഫൈറ്റും കഷ്ടതയും വിഷയവും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭാഗം ഒരുപാട് ചിന്തിക്കുവാനായിട്ട് ഇടയായി. ഈ നമ്പേഴ്സ് 32 verse 1, ഈ രൂബരും ഗാദ് ഗോത്രക്കാരും ഇവർ മനശ്ശയുടെ ഒരു ഭാഗം ഇവരെല്ലാവരും കൂടെ ചെന്ന് മോശയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്തുവാണെന്നറിയാമോ? ഞങ്ങൾക്കൊരു കാര്യം ചെയ്യണം. ഇവർ കനാൻ ദേശത്തിൻ്റെ തൊട്ടടുത്ത് നിന്നു. അങ്ങേപ്പുറത്ത് കനാൻ ദേശമാണ്, യോർദാൻ അക്കരെ കനാൻ ദേശമാണ്. അവർ പറയാണ്, ഞങ്ങളുടെ ഒരുപാട് ആടുകളുണ്ടായി, ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലസ്ഡായി. പറയുന്നത്, ഞങ്ങളുടെ ആടുകൾക്കൊക്കെ പറ്റിയ സ്ഥലം ഇതാ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഞങ്ങൾക്ക് ഈ സ്ഥലം ഇങ്ങനെ തന്നേരെ, ഞങ്ങളിനി എങ്ങോട്ടും പോകുന്നില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവരെവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്, ഇവരെവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്? ഹല്ലേലൂയ. അവർ കനാൻ ദേശമൊന്നും കണ്ടുകൊണ്ട് ഇറങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു അവരുടെ അകത്ത് ഈ ഈജിപ്തിലെ പ്രശ്നം കാരണം ഇറങ്ങിയതാണ്. പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. പലപ്പോഴും നമ്മുടെ ആ ലക്ഷ്യബോധം മാറുമ്പോൾ പലരും അങ്ങനെയാണ്. പലരും വിടുതലിന് വേണ്ടിയിട്ട്, എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളാണ് പാസ്റ്ററെ, പട്ടിണിയായിരുന്നു,
വിഷയമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താ പറഞ്ഞേ? നന്മയായ അനുഗ്രഹമായി. അപ്പോഴെന്തോ പറഞ്ഞു? ഇനി എന്നെ എങ്ങോട്ടും കൊണ്ടുവേണ്ട, ഇത്ര അനുഗ്രഹമൊക്കെ മതി. ഐ ആം ഗുഡ്, ഐ ആം സാറ്റിസ്ഫൈഡ്. കർത്താവേ നന്ദി. ഒരു ദൈവദാസന് സാക്ഷ്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്, പണ്ട് പട്ടിണിയായിരുന്നു, പ്രശ്നമായിരുന്നു, പ്രതിസന്ധിയായിരുന്നു, പഠിക്കാനായിട്ട് കാശില്ലായിരുന്നു. ഇന്ന് അദ്ദേഹം കാനഡയിൽ വന്നു. പുള്ളി ഒരു ലെക്സസ് കാർ മേടിച്ച പെണ്ണിട്ടിരുന്ന് സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ പട്ടിണി മാറ്റി ദൈവം എന്നെ മാനിച്ചു. ഇറ്റ്സ് ഗുഡ്, എല്ലാ ബ്ലെസ്സിങ്ങും കൊള്ളാം. പക്ഷേ അതല്ല നിൻ്റെ റിയൽ ബ്ലെസ്സിങ്. കനാനാണ് നിൻ്റെ റിയൽ ബ്ലെസ്സിങ്. ഹല്ലേലൂയ. ഇവിടെ ഒറ്റ കാര്യം ഒന്ന് അണ്ടർലൈൻ, ഞാൻ ചില വേർഡ്സൊക്കെ അവിടെ അണ്ടർലൈൻ ചെയ്തതിനകത്ത് ഒരു കാര്യം അണ്ടർലൈൻ ചെയ്തത്, ഈ ഗാദ് ഗോത്രത്തിന് അവരുടെ ഒരുപാട് വളരെ ആടുമാടുകൾ അവർക്കുണ്ടായിരുന്നു, വളരെ ആടുമാടുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ബ്ലെസ്സിങ്സ് വലുതായി കഴിയുമ്പോൾ എന്താ പറഞ്ഞേ, നമ്മുടെ പലപ്പോഴും ഫ്ലെക്സിബിലിറ്റീസ് കുറയാറുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് തോന്നി ഇതങ്ങോട്ട് വായിച്ചപ്പോൾ ഈ നോർത്ത് അമേരിക്കൻ ചർച്ചുമായിട്ട് ഇത് ഭയങ്കര റിലേറ്റഡാണ്. നമുക്കിങ്ങനെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. ലൈസൻസിങ്ങിൻ്റെ പ്രശ്നം, ജോലിയുടെ പ്രശ്നം, നമ്മുടെ ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഭയങ്കര സിൻസിയറായിരിക്കും നമ്മൾ. ഇതങ്ങോട്ട് കഴിഞ്ഞ് നമുക്ക് ഈ സ്റ്റാമ്പൊക്കെ അങ്ങോട്ട് മേടിച്ച് കഴിയുമ്പോൾ നമ്മുടെ നടത്തയൊക്കെ അങ്ങ് മാറും. പിന്നെ നടക്കുന്നതൊക്കെ കണ്ട പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിന്നെ പറയുന്ന, കർത്താവേ ഇതൊക്കെ മതി, എന്തിന് ഉപവാസ പ്രാർത്ഥന, എന്തിനാ ഇങ്ങനെ, ഇന്ന് കുറച്ചുകൂടെ ഇത്രേ 2 മണിക്കൂറൊക്കെ എന്തിനാ, ഒരു 1.5 ആക്കിയാൽ എന്താ കുഴപ്പം? ഹല്ലേലൂയ. നിന്നെ വിളിച്ചത് ഇതിനു വേണ്ടിയിട്ടല്ല സഹോദര, നിന്നെ വിളിച്ചത് കനാനിനെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ പ്രസാദം അതിനായിട്ടിട്ടാണ്. ഇത്രയും 40 വർഷമൊന്നും നിന്നെ അലയ്ക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ കനാനിൽ എത്തിക്കാനുള്ള ആ ഒരു എന്താ പറയുക, നിന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദൈവം ഇതിലൂടെയൊക്കെ നടത്തിയത്. കഷ്ടങ്ങളല്ല നിൻ്റെ വിഷയം, അല്ലെങ്കിൽ കഷ്ടങ്ങളുടെ അനുഗ്രഹവും ഒന്നും അല്ല നിന്നെ ഡിസൈഡ് ചെയ്യുന്നത്. നിൻ്റെ ഡെസ്റ്റിനിയാണ് പ്രാധാന്യം. ഒരുപക്ഷെ കഷ്ടങ്ങളിലൂടെ ദൈവം നിന്നെ നടത്തുന്നത് അവിടെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോശ ഇവരോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. അവർ പറഞ്ഞു, ഇങ്ങനെയാണ് രൂബേന്യരും ഗാദ്യരും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവിടെ മോശയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു, നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരണം, ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. പ്രൈസലോ. ഞങ്ങളെ നന്നാക്കരുതേ, ഞങ്ങളെ അങ്ങ് സ്വർഗത്തിൽ കയറ്റരുതേ, ഞങ്ങളിവിടെ തന്നെ നിന്നോളാം, ഇതുപോലെ നല്ല സ്ഥലമില്ല. പ്രൈസലോ. അപ്പോൾ മോശ അവരോട് പറഞ്ഞത് ഇതാണ്, എൻ്റെ 7-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയുള്ളവരുടെ മറ്റൊരു പ്രശ്നം, ഇവർ മറ്റുള്ളവരെയും കൂടെ ഡിസ്കറേജ് ചെയ്ത് കളയും. ഇവരവിടെ പോകുന്നവരെയും കൂടെ ഡിസ്കറേജ് ചെയ്ത് കളയും. അവരോട് ചോദിക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലയോ? ഹല്ലേലൂയ. അവർക്കൊരു പണിയില്ലാത്തതുകൊണ്ടല്ലേ അവരെങ്ങനെ പ്രാർത്ഥനയും ഇതുമായിട്ടൊക്കെ നടക്കുന്നത്. നിങ്ങൾക്ക് വേറെ എത്രയോ പണിയുണ്ട്. അവർ മറ്റുള്ളവരെ ഡിസ്കറേജ് ചെയ്ത് കളയും. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ദൈവത്തിൻ്റെ അംബാസിഡേഴ്സായിട്ട് അവന് വേണ്ടി നിൽക്കുന്നവരാ എന്ന് പറഞ്ഞാൽ, വിശ്വാസികളല്ലാതെ ഒരുത്തൻ നിങ്ങളെ കണ്ടു കഴിയുമ്പോൾ അവരും കൂടെ ഡിസ്കറേജ്ഡായി പോകരുത്. ഹല്ലേലൂയ. അവരൂടെ നിങ്ങളെ കണ്ടിട്ട് ഡിസ്കറേജ് ആയ കാര്യം, നിനക്ക് മുഴുവനും ലോകമേ ഉള്ളൂ.
നിന്നോട് എപ്പോൾ സംസാരിച്ചാലും നിനക്ക് ലോകത്തിൻ്റെ കാര്യമേ പറയാനുള്ളൂ. അപ്പോഴെങ്ങനെയാണ് മറ്റുള്ളവർ എൻകറേജ്ഡ് ആകുന്നത്? മറ്റുള്ളവരെയും കൂടെ ഡിസ്കറേജ് ചെയ്യുന്ന ഒരു വിഷയം. ഹല്ലേലൂയ. സാർ അതൊരു ഇതൊന്നിട്ടേരെ, ആ മാപ്പ് ഒന്നിട്ടേരെ. എന്നിട്ട് പറയുന്ന ഒരു കാര്യം, ഇത് മോശ മറ്റൊരു കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണ്. 8-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരുടെ മറ്റൊരു പ്രശ്നം, ഇവർ മറ്റൊരു ഡിസ്കറേജ്മെൻ്റാണ്. ഇന്ന് നമ്മൾ മറ്റുള്ളവർക്കൊരു എൻകറേജ്മെൻ്റ് ആയിരിക്കണം. ഹല്ലേലൂയ. നിത്യതയിലോട്ട് മറ്റുള്ളവരെ അടുപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. അവരെ നിത്യതയിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചത്, മറ്റുള്ളവരെ നിത്യതയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുന്നത്, നമ്മൾ സംസാരിക്കുന്നതൊക്കെ മറ്റുള്ളവരെ എൻകറേജ് ചെയ്യുന്നതായിട്ട് മാറണം. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇരിക്കുന്ന കണ്ടല്ലോ, അവർക്കൊക്കെ ഒരു എൻകറേജ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. കാണുമ്പോൾ അവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യണം. ഹല്ലേലൂയ. അവർ പാടുന്നതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് എൻകറേജ് ചെയ്യണം. അവർ ബാപ്റ്റിസം എടുക്കാൻ തീരുമാനിച്ചാൽ ഒന്ന് എൻകറേജ് ചെയ്യണം. അഭിഷേകം പ്രാപിക്കുമ്പോൾ ഒന്ന് എൻകറേജ് ചെയ്യണം. ഉപവസിക്കുമ്പോൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിൽ ക്ഷീണിച്ചിരിക്കുന്നവരെയൊക്കെ ഒന്ന് എൻകറേജ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, യോശുവയുടെ പുസ്തകം അതിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ഇതേ സംഭവം തന്നെ എവിടെയും പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവർ മടങ്ങിപ്പോയെന്ന് വെച്ചാൽ ഇവരെ അങ്ങ് ദേഷിക്കുന്നൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്ത്, നിങ്ങൾ ഇഷ്ടം പോലെ കാശ് കൊണ്ടുപോയിക്കോളാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇഷ്ടം പോലെ പൈസ കൊണ്ടുപോയിക്കോ. എന്നിട്ട് നിങ്ങൾ അവിടെയൊക്കെ ഉള്ളവർക്കൊക്കെ വീതിച്ചു കൊടുക്കുക. നിങ്ങളിനി ചാരിറ്റി ഓർഗനൈസേഷനൊക്കെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പറഞ്ഞയക്കുക. പക്ഷേ ഇവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന വലിയൊരു കാര്യമുണ്ട്. മോശ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നു, ഇതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ പോട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, ആരെയും കുറ്റം പറ്റാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. നമ്മുടെ ആഗ്രഹം എന്താണ്? നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് നമ്മുടെ ആഗ്രഹം എന്താണ്? ഹല്ലേലൂയ. നമ്മൾ ഈ കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈസ് ദി ലോർഡ്. നാളെ ഒരു നല്ല കാലം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണോ ഈ കഷ്ടപ്പെടുന്നത്? അതോ ഈ പിള്ളേരൊക്കെ രക്ഷപ്പെട്ട് അവർ വലിയ ആൾക്കാരാകണമെന്ന് വിചാരിച്ചിട്ടാണോ കഷ്ടപ്പെടുന്നത്? അതോ അതിലെല്ലാം ഉപരിയായി നാളെ ഒരു നിത്യതയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളും ആ നിത്യതയിൽ കാണും. അതാണ് നമ്മുടെ വലിയ ഒരു ആഗ്രഹമായിട്ട് മാറുന്നതെങ്കിൽ, ഹല്ലേലൂയ, നീ ആ കനാൻ, വാഗ്ദത്ത കനാനിലെത്തുക തന്നെ ചെയ്യും. ഇത് ഇവരുടെ തീരുമാനമായിരുന്നു. ഹല്ലേലൂയ. അവിടം വരെ ചെന്നിട്ട് മടങ്ങിപ്പോകുന്ന ഒരു സമൂഹം. പലപ്പോഴും നമ്മുടെ ചർച്ചസിലെയും നമ്മുടെ വ്യക്തിപരമായി നമ്മളൊക്കെ പറ്റുന്ന ഒരു അബദ്ധവത, ഈ കനാനിൻ്റെ വാതിൽക്ക വന്നിട്ട് ഈ നീതിയെക്കുറിച്ചുള്ള ദാഹമില്ലായ്ക കൊണ്ട് അതിൽ കയറാതിരിക്കുന്ന ഒരു കൂട്ടം. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം അവരെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ 10-ാം വാക്യത്തിലാണ്. മൂന്നാമത്തെ കാര്യം, ഇവർ പോയി കഴിഞ്ഞ് അവരെന്തു ചെയ്തു? അവരവിടെ ആലയമൊക്കെ പണിഞ്ഞു. ആലയമൊക്കെ പണിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് കാരണമായിട്ട് ഇസ്രായേൽ മക്കൾ, ബാക്കി 10 ഗോത്രങ്ങളും അവിടെ വന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ ആലയമൊന്നും പണിയാനായിട്ട് പറ്റത്തില്ല. കാര്യം ആലയം ഇവിടെ യെരുശലേമിലാണ്. ശരിയാ, നിങ്ങൾക്ക് കാശൊക്കെ തന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് പറഞ്ഞു പൊയ്ക്കോ. പക്ഷെ ആരാധന യെരുശലേമിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൻ്റെ മാപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മനശ്ശെയും ഗാദും റൂബേനും ഇങ്ങേ സൈഡിൽ നിന്നപ്പോൾ മറ്റ് ഇസ്രായേൽ മക്കളെല്ലാം ഈ സൈഡിലാണ്. ഹല്ലേലൂയ. അതിൻ്റെ വെസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ വെസ്റ്റ് ഭാഗത്ത് മറ്റ് ഗോത്രങ്ങളെല്ലാം ഇരിക്കുമ്പോൾ ഈ 2.5 ഗോത്രം മാത്രം അതിൻ്റെ ഹല്ലേലൂയ യോർദാൻ അപ്പുറത്ത്
ഈസ്റ്റ് സൈഡിൽ നിൽക്കുക. പക്ഷേ ഈ പൈസയും കൊണ്ടൊക്കെ പോയി വലിയ സന്തോഷത്തോടു കൂടെ പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആരാധന. ഹല്ലേലൂയ. എത്ര കറക്റ്റാണ് ഈ പഴയ നിയമത്തിൽ സംഭവിക്കുന്നത്. നിഴലും പുതിയ നിയമത്തിലെ പൊരുളും എന്ന് പറയുന്നത് പോലെ പഴയ നിയമത്തിൽ സംഭവിച്ചതിൻ്റെയൊക്കെ പൊരുളാണ് പുതിയ നിയമത്തിൽ ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കൂട്ടരെ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചു, അവർക്ക് ആരാധന നഷ്ടപ്പെട്ടു. മൂന്നാമത്തെ കാര്യം, അതിൻ്റെ 10ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വായിച്ചത് വായിച്ചോ. അതിൻ്റെ 24ാമത്തെ വാക്യം വായിച്ചു. സമയം പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കഴിഞ്ഞ്, ആരാധനയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അച്ചായന്മാർക്ക് ഒരു കാര്യം മനസ്സിലായത്. എടാ, നമ്മുടെ കാര്യം മാത്രമല്ല, പിള്ളേരുടെ ദൈവഭയം നഷ്ടപ്പെടും. അങ്ങനെയാണ് ഇംഗ്ലീഷ് വേർഷനിൽ എഴുതിയിരിക്കുന്നത്, സോ യുവർ സൺ മേ മേക്ക് അവർ സൺ സ്റ്റോപ്പ് ഫിയറിങ് ദ ലോർഡ്. ദൈവഭയം നഷ്ടപ്പെടുന്ന ഒരു തലമുറ. ഹല്ലേലൂയ. നീ വാഗ്ദത്തത്തിന് വേണ്ടി ഓരോ ദിവസവും ഓടുവാണെങ്കിൽ നിൻ്റെ പിള്ളേർ നിൻ്റെ കൂടെ കാണും. ഹല്ലേലൂയ. നീ വാഗ്ദത്തത്തിന് വേണ്ടി പോകുവാണെങ്കിൽ ആരാധന നിൻ്റെ ഭവനത്തിലുണ്ടായിരിക്കും. നീ ആരാധനയോട് ചേർന്ന് നിൽക്കുന്നവനായിരിക്കും. എന്താണ് യെരൂശലേമിന്, കനാൻ ദേശത്തിന് എത്ര പ്രത്യേകത എന്ന് ചോദിച്ചാൽ അവിടെയാണ് ആരാധന. ഹല്ലേലൂയ. അവിടുത്തെ പാലും തേനും ഒന്നും അല്ല അവിടുത്തെ വിഷയം, ആരാധന അവിടെയാണ്. പക്ഷേ ഈ 2.5 ഗോത്രത്തിന് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ആരാധന ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും. അവർ വലിയ ആരാധന ആലയം പണിഞ്ഞു, കാര്യം പൈസ ഉണ്ടല്ലോ. പക്ഷേ ആരാധന അതിനകത്തില്ല. പിള്ളേരുടെ ദൈവഭയം നഷ്ടപ്പെടും. അവർ ഈ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നു പോകും, കാര്യം അവിടെ യാഗപീഠം ഇല്ല. ഹല്ലേലൂയ. ഇനി മറ്റൊരു വിഷയം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ 26ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 26ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുക, ഞങ്ങളൊരു കാര്യം ചെയ്യാമെന്നെങ്കിൽ ഞങ്ങളിവിടെ വലിയൊരു ആലയം അങ്ങ് പണിയാം, പക്ഷേ ആരാധനയില്ല. ഹല്ലേലൂയ. ഈ വാഗ്ദത്തത്തിൽ നിന്ന് പോയവൻ കാണിച്ചു വയ്ക്കുന്ന പരിപാടികളൊക്കെ ഇതൊക്കെയാണ്. അല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ വാഗ്ദത്തത്തിൽ നിന്ന് പോയാൽ ഇങ്ങനെയുള്ള കുറേ പരിപാടികളൊക്കെ ചെയ്തു വയ്ക്കുക. എന്താ നോക്കുമ്പോൾ മുട്ടനൊരാരാധനാലയം, പക്ഷേ എന്താ ഉണ്ട്? ആരാധനയില്ല. അവിടെ ബേൺഡ് ഓഫറിങ് ഇല്ല. അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടുന്നില്ല. കാഴ്ചയിലുണ്ട്, പക്ഷേ ഇല്ല. ഇപ്പം എന്താ ഇപ്പോൾ ഉള്ളത്? കുറച്ച് ആടും, കുറച്ച് മാടും, കുറച്ച് കാശും. ഹല്ലേലൂയ. ആരാധന പോയി, പിള്ളേർ പോയി. ഏതാ? ഹല്ലേലൂയ.
ആലയം പോയി കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റിയും പോയി. ആലയമില്ലാത്തവൻ ഐഡൻറ്റിറ്റി ഇല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ചർച്ചിൽ പേര് കാണുമായിരിക്കും, പക്ഷെ നമ്മുടെ ഐഡൻറ്റിറ്റി പോയി. നമ്മുടെ ഐഡൻറ്റിറ്റി മുഴുവൻ ആരാധനയിലാണ്. നമ്മുടെ ഐഡൻറ്റിറ്റി മുഴുവൻ ആത്മാവിലാണ്. ഹല്ലേലൂയ. ആത്മാവില്ലാത്തവൻ എന്ത് ഐഡൻറ്റിറ്റി? നമ്മൾ ആത്മമനുഷ്യനാണ്. ദേഹിയോടുള്ള, ശരീരത്തോടു കൂടെയുള്ള ആത്മമനുഷ്യനാണ് മനുഷ്യൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു, I am teaching them follow all that I commanded you, that behold I am with you. യേശുവ പറയുന്നു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം. ഗ്രേറ്റ് കമ്മീഷനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കണം. ദൈവിക ജ്ഞാനത്തിൽ വളരാതെ, ദൈവിക പരിജ്ഞാനത്തിൽ വളരാതെ എങ്ങനെയാണ് മനസ്സിലാകുന്നത് ദൈവം എന്തൊക്കെ കൽപ്പിച്ചിട്ടുണ്ടെന്ന്? ഹല്ലേലൂയ. ദൈവം എങ്ങനെയൊക്കെയാണ് കൽപ്പിച്ച കാര്യം അറിയണമെങ്കിൽ ദൈവിക പരിജ്ഞാനത്തിൽ വളരണം. അപ്പോൾ ഓരോ ദിവസവും നാം വളർന്നുകൊണ്ടിരുന്നെങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഇരിക്കുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അനിഷ്ടരത്രേ. അപ്പോൾ നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം? കനാനായിരിക്കണം. നമ്മുടെ പ്രത്യാശ എന്തായിരിക്കണം? നിത്യതയായിരിക്കണം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവായിരിക്കണം. ഇവിടുന്ന് നമുക്കൊരു ഡെലിവറൻസ് ആവശ്യമുണ്ട്, അത് ദൈവം തരും. ഹല്ലേലൂയ. ദൈവം നമ്മളെ വിടുവിക്കും. നമ്മളെ മിസ്രൈമിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവരും. നമ്മുടെ മേലുള്ള അവകാശം, ഫറവോൻ്റെ അവകാശത്തിനെയൊക്കെ ദൈവം മുറിച്ചു കളയും. ഫറവോനെ ഹല്ലേലൂയ ചെങ്കടലിൽ അവൻ താഴ്ത്തിക്കളയും. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം കനാനാണ് വിഷയം. ഹല്ലേലൂയ. നമ്മുടെ വിഷയം ആ വീണ്ടെടുപ്പാണ് വിഷയം. ദൈവസഭയുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനി, ഹല്ലേലൂയ, ആ നിത്യതയാണ്. നിന്നെ വിടുവിച്ചത് അവിടെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവമക്കൾ ആ ഒരു വലിയ ബോധ്യത്തിൽ വളരണം. പലപ്പോഴും ഇന്ന് ദൈവസഭകൾക്ക് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ദൈവസഭകൾ ഇന്ന് കാണുന്ന പ്രസൻറ്റിന് വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ, പ്രസൻറ്റിന് വേണ്ടിയിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് ദൈവം വിളിച്ചിറക്കിയത്. പ്രസൻറ്റിന് വേണ്ടിയിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടല്ല ദൈവ പൈതലെ നമ്മളെ ഓരോരുത്തരെയും അവൻ പേർ ചൊല്ലി വിളിച്ച് ഒരു യോഗ്യതയുമില്ലായിരുന്നിട്ടും, ഒരു കണ്ണിനും അല്ലെങ്കിൽ ദയവ് തോന്നാതിരുന്ന സമയത്തും, ഒരു കുടുംബ പാരമ്പര്യം നോക്കാതെ, നിൻ്റെ പിതാക്കന്മാർ ചെയ്ത കാര്യങ്ങളെ ഒന്നും നോക്കാതെ നിന്നെ അവിടുന്ന് വിളിച്ചു വേർതിരിച്ച് നിൻ്റെ മേലുള്ള എല്ലാ വിധികളും നിൻ്റെ മേലുള്ള എല്ലാ കയ്യെഴുത്തുകളും അവൻ മായ്ച്ചു കളഞ്ഞ് അവൻ നിന്നെ സ്വതന്ത്രരാക്കിയത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, ആ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പക്ഷെ ഒറ്റ കാര്യമേ ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ, അവിടെ ചെല്ലുവാനുള്ളൊരു ദാഹം. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കുന്നവർ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ആ ദാഹം എവിടൊക്കെയോ നഷ്ടപ്പെട്ടു. നോർത്ത് അമേരിക്കൻ ചർച്ചസിൽ ആ ദാഹം എവിടൊക്കെയോ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. നമുക്ക് ആ നിത്യതയെക്കുറിച്ചുള്ളൊരു ദാഹം നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോകുമ്പോഴാണ് ബാക്കി വിഷയങ്ങളെല്ലാം നമ്മളെ പുറകെ വരുന്നത്. ഹല്ലേലൂയ. നീ ദൈവത്തിൻ്റെ ചുമട് ഏറ്റെടുക്കുന്നെങ്കിൽ, ആ ക്രിസ്തുവിൽ വളരുവാൻ നീ താല്പര്യപ്പെടുന്നെങ്കിൽ, അവൻ്റെ ചുമട് അത് ലഘുവാണ്, മൃദുവാണ്. അത് നിൻ്റെ തോളിന്മേൽ ഉണ്ടെങ്കിൽ മറ്റ് ഹല്ലേലൂയ ചുമടുകളെല്ലാം അവൻ പൊട്ടിക്കുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ലോകം വെച്ചിരിക്കുന്ന ചുമടുകളെല്ലാം അവൻ പൊട്ടിക്കും. ലോകം വെച്ചിരിക്കുന്ന ഭാരങ്ങളെല്ലാം അവൻ പൊട്ടിക്കും. ലോകം വെച്ചിരിക്കുന്ന പരാജയ ഭീതികളെല്ലാം അവൻ പൊട്ടിക്കും. ലോകം വെച്ചിരിക്കുന്ന ഭയം നിൻ്റെ മുഖത്തുനിന്ന് അവൻ മാറ്റിയെടുക്കും. പക്ഷെ നിത്യത നിന്നെ ഓരോ ദിവസവും ഭരിക്കുമാറാകട്ടെ. ഓ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലും ഒരു ചുമട് നിൻ്റെ മേൽ വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. ഏതെങ്കിലും ഒരു ചുമട് നിൻ്റെ മേൽ വെച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പലപ്പോഴും എനിക്ക് തോന്നുന്നു വിശ്വാസികൾ ഈ 2 ചുമടും കൂടെ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ലോകത്തിൻ്റെ ചുമടും വെച്ചിട്ടുണ്ട്, ഇത് നിത്യതയെക്കുറിച്ചുള്ള ചുമടും വെച്ചിട്ടുണ്ട്. ഇതങ്ങ് ചെന്നെത്തുമോ എന്നുള്ളൊരു ഭയവും എല്ലാം കൂടെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ മുന്നോട്ടുള്ള പോക്ക്. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം വളരെ ക്ലിയറാണ്, സ്പെസിഫിക്കായിട്ട് നമ്മളോട് പറഞ്ഞു, ദൈവം നമ്മളെ വിടുവിച്ചത് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആരും വഴിയിൽ നശിച്ചു പോകുന്നതിന് അവന് താല്പര്യമില്ല. മോശയോട് പറയുകയാണ്, ഹല്ലേലൂയ. മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നത്, എടാ കുഞ്ഞുങ്ങളെ, ഇവിടം വരെ നിങ്ങൾ കൊണ്ടെത്തിച്ചെങ്കിൽ, എനിക്ക് തോന്നുന്നു അതിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കാണും, എന്തായാലും മോശേ നീയും അവിടെ ചെല്ലുന്നില്ലല്ലോ, എൻ്റെ പിതാക്കന്മാർ കാണാത്ത സ്വർഗ്ഗത്തിൽ എനിക്കും പോകണ്ടെന്ന് വിചാരിച്ചാണ്. പുള്ളിയും പറഞ്ഞാണ്, ഞാനും ഇവിടെ കാണാൻ അങ്ങ് സെറ്റിലായിക്കോളാം. അല്ലേ?
നമ്മൾ സെറ്റിൽ ചെയ്യുന്ന വിശ്വാസികളല്ല. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചസ് ഉണ്ട്. ഓരോ ദിവസവും ആത്മാവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മളെങ്ങും സെറ്റിലാകരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എങ്ങും വീട് വെച്ച് താമസിക്കില്ലെന്നല്ല പറഞ്ഞത്. നമ്മൾ സ്പിരിച്വലായിട്ട് എങ്ങും സെറ്റിലാകരുത്. കഴിഞ്ഞ ആഴ്ച വന്നതുപോലെ ഞാൻ ഈ ആഴ്ച ഇരിക്കുന്നത്. ഈ ആഴ്ച ദൈവത്തിന് എന്നോട് പുതിയത് സംസാരിക്കാനുണ്ട്. ഈ ആഴ്ച ദൈവത്തിന് എന്നോട് അല്ലെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് എന്നെ വളർത്തുവാനുണ്ട്. അടുത്തൊരു സ്പിരിച്വൽ തലത്തിലേക്ക് എന്നെ വളർത്തുവാനുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഹല്ലേലൂയ അഭിഷേകത്തിൽ ഞാൻ നിൽക്കരുത്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ അഭിഷേകത്തിൽ ഞാൻ സെറ്റിലാകരുത്. പുതിയൊരു അനോയിൻറ്റിങ്ങിലേക്ക്, പുതിയൊരു കൃപയിലേക്ക്, പുതിയ രീതിയിൽ ദൈവത്തിന് എന്നെ എങ്ങനെ ഉപയോഗിക്കാനുണ്ടോ അതിലേക്ക് ഞാൻ ചുവടുകൾ വയ്ക്കണം. ഹല്ലേലൂയ. ആരൊക്കെ ഇല്ലെങ്കിലും നിന്നെ വിളിച്ചത് ഈ കനാനിലെത്തിക്കാനാണ്. ദൈവം അവിടെ എത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം.